പോസിറ്റീവ് നോളജ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 2024 മെയ് 15 മുതൽ മെയ് 31 വരെയുള്ള ആനുകാലിക സംഭവങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ആഗോള കുടുംബദിനം മെയ് 15. ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ഒന്നാമത്തെ ഇന്ത്യൻ വനിതയായതാര്? മനിക ബത്ര. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ സാഹിത്യകാരിയും നോബൽ ജേതാവുമായ വ്യക്തി ആലിസ് മാൻറോ. സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് കൊല്ലം. അടുത്തിടെ അന്തരിച്ച ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ്. അന്താരാഷ്ട്ര പ്രകാശ ദിനം മെയ് 16. കേരള ബാങ്കിൻ്റെ പരസ്യചിത്രം കരുതൽ. AFI പ്രസിഡന്റ് അദിൽ സുമരിവാല. അടുത്തിടെ വെടിയേറ്റ സ്ലോവാക്യൻ പ്രസിഡന്റ് റോബർട്ട് ഫീക്കോ. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിന് പാം ഡോർ പുരസ്കാരം ലഭിച്ചത് മെറിൽ സ്ട്രീപ്പ്. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ 1 വർഷം നീണ്ടു നിൽക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ്. തിരുവനന്തപുരം ആസ്ഥാനമായ സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ പ്രവർത്തനമാരംഭിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള പോലീസിൻ്റെ ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ചിരി. 2024 മെയ് മാസത്തിൽ MERS കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം സൗദി അറേബ്യ. ജപ്പാനെ പിന്നിലാക്കി സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തെ 3ാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ. 2020 ലോകകപ്പിനുള്ള നെതർലാൻഡ്സ് ടീമിനെ നയിക്കുന്നത് സ്ലോട്ട് എഡ്വേർഡ്സ്. കുടുംബശ്രീ ദിനം മെയ് 17. ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസ താരം സുനിൽ ഛേത്രി. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ രാജ്യത്ത് 1ാമത് MG സർവകലാശാല. സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രിയായി നിയമിതയായത് ലോറൻസ് വോങ്. 2024 ജനുവരി ടു മാർച്ച് കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ജമ്മു കാശ്മീർ. അന്താരാഷ്ട്ര 2020 ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ബാബർ അസം. ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ നിരക്ക് 3.5%. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് 2024 മെയ് 15. ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് സ്പീഷീസ് ബാർബഡോസ് ത്രെഡ് സ്നേക്ക്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനം മെയ് 18. 2024 മെയ്യിൽ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്ന ഭായ്. 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീൽ. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായത് കപിൽ സിബൽ. കുട്ടികളിലൂടെ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് ശുചിത്വ സുന്ദര കേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടി ശുചിത്വോത്സവം. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 മെയ്യിൽ ആഘോഷിക്കുന്നത്? 50. 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ജില്ല മലപ്പുറം. 2024 മെയ്യിൽ ഓപ്പൺ AI പുറത്തിറക്കിയ AI മോഡൽ GPT-4o. ജൂൺ 2ാം വാരം മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം കേരളം. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പവലിയൻ്റെ പുതിയ പേര് ഭാരത് പവലിയൻ. സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാൻ നടപ്പിലാക്കിയ പദ്ധതി സ്പ്ലാഷ്. കേരളത്തിൻ്റെ മാംഗോ സിറ്റി മുതലമട. താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. പൊതുയിടങ്ങളിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതി സ്നേഹാരാമം. രാജ്യത്തെ വലിയ 3ാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് വിഴിഞ്ഞം. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷം ദൈർഘ്യമുള്ള ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം UAE. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ യൂറോപ്യൻ രാജ്യം നെതർലാൻഡ്സ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നേരായ റോഡായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അംഗീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഹൈവേ ആണ്? സൗദി അറേബ്യ.
ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കം സെലാ ടണൽ. ലോക തേനീച്ച ദിനം മെയ് 20. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിൽ തുടർച്ചയായ 4ാം തവണയും ജേതാക്കളായത് മാഞ്ചസ്റ്റർ സിറ്റി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറ. 2024 മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് മരണപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ലാ മൊറനാഡ നൃത്തരൂപത്തിൻ്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള അവകാശവാദത്തിൽ തർക്കത്തിലുള്ള രാജ്യങ്ങൾ പെറു, ബൊളീവിയ. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയത് സ്വാതിക് ചിരാഗ് സഖിത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വീറ്റെക്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ, ലണ്ടൻ. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ ഏക ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. അന്താരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ ദിനം മെയ് 21. കോപ്പ അമേരിക്ക 2024 വേദിയാവുന്ന രാജ്യം USA. എലിപ്പനിക്കുള്ള പ്രതിരോധ ഗുളിക ഡോക്സ്കി സൈക്ലിൻ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത് മുഹമ്മദ് മൊക്ബർ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ T20 വിഭാഗം 400 മീറ്ററിൽ ലോക റെക്കോർഡോടെ സ്വർണ്ണം നേടിയത് ദീപ്തി ജീവൻജി. തായ്വാൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് വില്യം ലായ്. 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി കോബെ, ജപ്പാനിലുള്ള. 2024 മെയ്യിൽ ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി റമത്ത്. കുട്ടിയാനകളുടെ മരണത്തിന് കാരണമാകുന്ന വൈറസ് ഹെർപ്പ് വൈറസ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ജേതാവ് MV ജനാർദ്ദനൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. 2024 യൂറോ കപ്പിൻ്റെ വേദി ജർമ്മനി. വിഷാദ രോഗത്തിനുള്ള AI സൈക്യാട്രിസ്റ്റ് പെട്രിക്ഷ ഓക്സ്ഫഡ്. സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതി ആരംഭിച്ചതോടെ വെള്ളായണി. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ജർമ്മൻ ഫുട്ബോൾ താരം ടോണി ക്രൂസ്. മേഘാലയയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സേനാഭ്യാസം ശക്തി. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി ജെന്നി യെർപെൻബെക്ക്. ഹിമാചൽ പ്രദേശിലേക്ക് ഇലക്ഷൻ ഐക്കൺ ആയി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചത് ജസ്പ്രീത് പോൾ. അടുത്തിടെ 25 വർഷം തികയ്ക്കുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ലോക ആമ ദിനം മെയ് 23. IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായത് വിരാട് കോഹ്ലി. KSEB ചെയർമാൻ ബിജു പ്രഭാകർ. 2024 ഭൂമിക്കരികിലൂടെ കടന്നുപോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹം 2024 JB-2. 2024 മെയ്യിൽ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന ബ്രിട്ടീഷുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്ലെൻറ്റൺ കൂൾ. അടുത്തിടെ WADAയുടെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ ബോക്സർ പർവിൻ ഹൂഡ. അടുത്തിടെ ഭൂമിശാസ്ത്രപരമായ സൂചനാ ടാഗ് ലഭിച്ച അംബാജി വൈറ്റ് മാർബിൾ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള മാർബിളാണ്? ഗുജറാത്ത്. ലോകത്തിൽ ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ആദ്യ ചുഴലിക്കാറ്റ് റിമാൽ. മഹാത്മാഗാന്ധി ഇൻ്റർനാഷണൽ മിഷൻ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം നേടിയത് ഡോക്ടർ MA യൂസഫ് അലി. കാൻ ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായി ലോകത്തെ വിഖ്യാത ഛായാഗ്രാഹകർക്കുള്ള പിയർ ആഞ്ചനോ പുരസ്കാരം നേടിയ മലയാളി സന്തോഷ് ശിവൻ. ISL ചരിത്രത്തിലെ ആദ്യത്തെ സ്വീഡിഷ് പരിശീലകൻ മൈക്കേൽ സ്റ്റാറെ. യൂറോപ്പ ലീഗ് ഫുട്ബോൾ കിരീടം ജേതാക്കൾ അറ്റ്ലാന്റ. ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ആഗ്. നിയമമന്ത്രി P. രാജീവ് അടുത്തിടെ രചിച്ച പുസ്തകം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ്. ആപ്പിളിന് പിന്നാലെ പിക്സൽ സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണത്തിനായി പുതിയ ഫാക്ടറി ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം തമിഴ്നാട്. സംസ്ഥാനത്തെ ആക്രി കടകളിൽ നടന്ന നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ GST വകുപ്പ് കണ്ടെത്തിയ ഓപ്പറേഷൻ പാംട്രി. ലോക ഫുട്ബോൾ ദിനം മെയ് 25. ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരേയൊരു രാജ്യം ഇറാൻ. സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല കാസർഗോഡ്. 2024 ഇന്ത്യൻ സ്കിൽസ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ സംസ്ഥാനം ഒഡീഷ. വനിതാ ബാഡ്മിൻ്റണിൽ
കൂടുതൽ ജയങ്ങൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് PV സിന്ധു. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൈൻ റിഗാർഡ് സെഗ്മെൻറ്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി അനസൂയ സെൻഗുപ്ത. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ശസ്ത്രക്രിയ റോബോട്ടിക് സിസ്റ്റം SSI മന്ത്ര. രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിമുകൾ ഏകീകരിക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റി കീഴിൽ വരുന്ന പോർട്ടൽ നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. അടുത്തിടെ തായ്വാന് ചുറ്റും ചൈന നടത്തിയ സൈനികാഭ്യാസം ജോയിൻ്റ് സ്വേർഡ് 2024A. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ബൈജു തിട്ടാല. ലോക പാരാ അത്ലറ്റിക്സിലെ വനിതകളുടെ 200 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരി സിമ്രാൻ ശർമ്മ. സംസ്ഥാന ലൈബ്രറികളിലെ പുസ്തകങ്ങളെക്കുറിച്ച് അറിയാനുള്ള പബ്ലിക് മൊബൈൽ ആപ്പ് പബ്ലിക്. FA കപ്പ് കിരീട ജേതാക്കൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകം രചിച്ചത് മാല. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ പാകിസ്ഥാനി ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീഡി. 2024 IPL ക്രിക്കറ്റ് ഫൈനലിസ്റ്റുകൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്. അടുത്തിടെ കേന്ദ്ര സർക്കാർ കാലാവധി നീട്ടിയ കരസേനാ മേധാവി മനോജ് പാണ്ഡെ. സ്കൂൾ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി. യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 2ാം സീസണിലും കിരീടം നേടിയത് ബാഴ്സലോണ. ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപ കർമാക്കർ. 2024 IPL 17 സീസൺ കിരീട ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2024 മെയ് 27 60ാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ജവഹർലാൽ നെഹ്റു. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ റണ്ണേഴ്സപ്പ് ആയത് PV സിന്ധു. കേരള നിയമസഭാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ N കൃഷ്ണകുമാർ. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ്. മൊബൈൽ ഇൻ്റർനെറ്റ് അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി DDAD. ലോക വിശപ്പ് ദിനം മെയ് 28. അടുത്തിടെ അന്തരിച്ച പ്രമുഖ പാകിസ്ഥാനി സിനിമാ ടെലിവിഷൻ നടൻ തലത് ഹുസൈൻ. അടുത്തിടെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ സ്റ്റെല്ലേറിയ ഗ്രൂപ്പിലെ പുതിയ സസ്യ ഇനത്തിന് നൽകിയ പേര് സ്റ്റെല്ലേറിയ മക്ലിൻറോക്കിയ. 2 ആഴ്ചക്കിടെ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി പൂർണിമ ശ്രേഷ്ഠ. ഭൂമിയുടെ ധ്രുവങ്ങളെക്കുറിച്ചും സമുദ്രനിരപ്പ് ഉയരുന്നതിനെക്കുറിച്ചും പഠിക്കാൻ 2024 മെയ് നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹം പ്രീഫയർ. 2024 യുക്രൈൻ സമാധാന ഉച്ചകോടിക്ക് വേദിയാകുന്നത് സ്വിറ്റ്സർലാൻഡ്. 2024 മെയ്യിൽ ദക്ഷിണ കൊറിയ, ജപ്പാൻ, ചൈന രാജ്യങ്ങളുടെ സംയുക്ത ഉച്ചകോടിക്ക് വേദിയാകുന്നത് സോൾ. 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് റമാൽ. കേരളത്തിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്നാണ് ആരംഭിക്കുന്നത്? ജൂൺ 25. സ്കൂൾ വാഹനങ്ങൾ മൊബൈൽ ഫോണിൽ രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാനുള്ള ആപ്പ് വിദ്യാവാഹൻ. എവറസ്റ്റ് ദിനം മെയ് 29. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് മേജർ രാധിക സെൻ. റിസർവ് ബാങ്കിൻ്റെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടൽ പ്രവാഹ്. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2024. 2024 മെയ്യിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരന്തമുണ്ടായ ദക്ഷിണ പസഫിക് രാജ്യം പാപ്പുവ ന്യൂ ഗിനിയ. കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനാകുന്നത് ജസ്റ്റിസ് N അനിൽകുമാർ. ഫോബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ 5ാമതായ ഇന്ത്യക്കാരി സാവിത്രി ജിൻഡാൽ. 6 ഗ്രഹങ്ങൾ ഒന്നിച്ച് ആകാശത്ത് ദൃശ്യമാകുന്ന പ്ലാനറ്റ് പരേഡ് എന്ന അപൂർവ പ്രതിഭാസം ദൃശ്യമാകുന്നത് ജൂൺ 3. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയുടെ 18ാമത്തെ ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള ഗ്രാമീൺ ബാങ്ക്. 4 വ്യത്യസ്ത ലീഗുകളിൽ ടോപ്പ് സ്കോററാവുന്ന ആദ്യ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ. ലോക സാമ്പത്തിക ഫോറം പുറത്തുവിട്ട ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 39.
ഡൽഹിയിൽ രേഖപ്പെടുത്തിയ രാജ്യത്തെ റെക്കോർഡ് താപനില 52.3 ഡിഗ്രി. സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ആരംഭിച്ച മൊബൈൽ ആപ്പ് റീറ്റെയിൽ ഡയറക്റ്റ്. 2024 മെയ് ഫലസ്തീൻ രാഷ്ട്രത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയ യൂറോപ്യൻ രാജ്യങ്ങൾ: നോർവേ, അയർലാൻഡ്, സ്പെയിൻ. സംസ്ഥാനത്തെ ഏക കോപ്പിക്സ് തേക്ക് തോട്ടം ഉടുമ്പന്നൂർ. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ബോക്സിംഗ് താരങ്ങൾക്ക് ക്യാഷ് അവാർഡ് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംഘടന ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ. നിലവിൽ ICC T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ്. ഇന്ത്യയിൽ ആദ്യമായി സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് വിക്ഷേപിച്ച റോക്കറ്റ് അഗ്നികുൽ കോസ്മോസ്. നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച ഇന്ത്യക്കാരൻ R. പ്രഗ്യാനന്ദ. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലിത്വാനിയയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഗീതനാസ് നൗസേത്ത. കടൽപ്പായലിൽ നിന്ന് രുചിയും പോഷകഗുണമുള്ള പാസ്തയും നൂഡിൽസും തയ്യാറാക്കാമെന്ന് കണ്ടെത്തിയ സ്ഥാപനം കഫോസ്. ഈ വർഷത്തെ അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയാകുന്നത് കൊച്ചി. നിർബന്ധിത ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായി സമഗ്രമായ നിയമങ്ങൾ അംഗീകരിച്ച കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ. 2024 മെയ്യിൽ DRDO വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ രുദ്ര-M2. ലോകത്തെ ആദ്യ 100% ബയോഡീഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം ഇന്ത്യ. കേരളത്തിലെ ദേശീയപാതയിലെ വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ എത്ര ആയാണ് കുറച്ചത്? 110 നിന്നും 100 കിലോമീറ്റർ.